ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ക്രിസ്തുവിൽ പ്രിയ സഹോദരങ്ങളെ, എൻ്റെ ജീവിതത്തിൽ ദൈവം എനിക്ക് കാണിച്ചു തന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. എന്നെ കർത്താവ് ദൈവകൃപയാൽ യാതൊരു യോഗ്യതയുമില്ലെങ്കിലും ദൈവകാര്യങ്ങൾക്കും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ഒക്കെയും ദൈവം എന്നെ ഒരുക്കിയിട്ടുണ്ട്. അപ്രകാരം തന്നെ കർത്താവ് എന്നെ നടത്തുന്ന ദിവസം. എന്നാൽ എൻ്റെ ജീവിതത്തിൽ പെട്ടെന്നായിരുന്നു 2-3 മാസങ്ങൾ കൊണ്ട് ഭയങ്കരമായ വിഷയങ്ങൾ കടന്നു വരികയും എന്ത് ചെയ്യുന്നതെന്നറിയാതെ ഭാരപ്പെടുകയും, കാരണം ഞാൻ ഹോസ്റ്റലാണ് നടത്തുന്നത്. കുഞ്ഞുങ്ങളെല്ലാം കടന്നു പോയി. എന്ത് ചെയ്യണമെന്നറിയില്ല. റെൻ്റ് കൊടുക്കാൻ പറ്റില്ല. ശരിക്കും പറഞ്ഞാൽ ഭക്ഷണത്തിൽ പോലും ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട്. ഒത്തിരി കാര്യങ്ങൾ ഞാൻ ദൈവത്തോട് ചോദിച്ചു. ഞാൻ പലരെയും വിളിച്ച് പ്രാർത്ഥിക്കാൻ ശ്രമിച്ചു. പക്ഷേ ഒരു കാര്യവും ഉണ്ടായില്ല. പക്ഷേ കർത്താവ് എന്നോട് പറഞ്ഞു, നീ എൻ്റെ പാദപീഠത്തിലിരിക്കുകയാണ്. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല, അനാഥരെ വിടുകയില്ല എന്നാണ് കർത്താവ് പറഞ്ഞത്. ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മുടെ വിഷയങ്ങൾക്ക് നിശ്ചയമായ മറുപടി തരും, നമ്മളെ ആശ്വസിപ്പിക്കും. കാരണം നമ്മൾ പലരെയും തേടിപ്പോകുന്ന സമയം മതി പ്രിയ സഹോദരങ്ങളെ. അപ്പനോട് ചേർന്നിരുന്ന് അപ്പനോട് നമുക്ക് സംസാരിക്കാം, നമ്മുടെ വേദനകളും ദുഃഖങ്ങളും പറയാൻ ഈ ലോകത്തൊരു മനുഷ്യനുമില്ല. നമ്മൾ ദൈവത്തിനിരിക്കുമ്പോൾ നിശ്ചയമായ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. പ്രാർത്ഥന ഷെയർ ചെയ്യുന്ന തെറ്റെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ അതിനേക്കാൾ ഉപരി നമ്മുടെ കർത്താവ് ആഗ്രഹിക്കുന്നു.